സ്വാഗതം മെഡീസ് ടവറിലേക്ക്. ഖത്തറെടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പമുണ്ടാകുമെന്ന് ആവർത്തിച്ച് സൗദി അറേബ്യ. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ നടത്തുന്ന നീക്കങ്ങളെ സൗദിയും പിന്തുണയ്ക്കും. സൗദി ഷൂറ കൗൺസിൽ യോഗത്തിൽ സൗദി കിരീടാവകാശി ഇക്കാര്യം ആവർത്തിച്ചു. സൗദിയുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഇസ്രായേൽ നീക്കവും പുതിയ സംഭവത്തോടെ വൈകും. ദോഹക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ GCC രാജ്യങ്ങൾ ഒന്നടങ്കം ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലിനെതിരെ നടപടിക്കായി ഖത്തർ ശ്രമം തുടരുന്നതിനിടെയാണ് സൗദി പിന്തുണ ആവർത്തിച്ചത്. ഖത്തർ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും സൗദി ഉണ്ടാകുമെന്ന് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഷൂറ കൗൺസിൽ യോഗത്തിൽ ആവർത്തിച്ചു. الاعتداءات السلطة الاحتلال الإسرائيلية في المنطقة وآخرها العدوان الغاشم على دولة قطر الشقيقة الذي يتطلب تحركا عربيا وإسلاميا ودوليا لمواجهة هذا العدوان واتخاذ إجراءات دولية لإيقاف سلطة الاحتلال وردعها عن ممارستها الإجرامية في زعزعة أمن المنطقة واستقرارها. سنكون مع دولة قطر الشقيقة في كل ما تتخذه من إجراءات بلا حد ونسخر كافة إمكانياتنا لذلك. كما ندين استمرار الاعتداءات الغاشمة على الشعب الفلسطيني الشقيق في غزة والإمعان في ارتكاب جرائم للتجويع والتهجير القسري. أرض غزة فلسطينية. സമീപകാല ചരിത്രത്തിൽ ഒരു GCC രാഷ്ട്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ആദ്യമാണ്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് പോകാനിരുന്ന സൗദി അറേബ്യ ഇക്കാര്യത്തിൽ നിന്നും നേരത്തെ പിറകോട്ട് പോയിരുന്നു. പുതിയ സംഭവവികാസങ്ങളോടെ ഇസ്രായേലിന് സൗദിയുമായുള്ള ബന്ധം സ്ഥാപിക്കലും വെല്ലുവിളിയാകും. 1967 അതിർത്തികളോടെ ഫലസ്തീൻ രാഷ്ട്രം പിറക്കാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുണ്ടാകില്ലെന്ന് സൗദി ഇന്നലെ ആവർത്തിച്ചിട്ടുണ്ട്. 1967 അതിർത്തികളോടെ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ഇസ്രായേലിലെ തീവ്രപക്ഷങ്ങളെല്ലാം എതിരാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഖത്തറിനെ വീണ്ടും ആക്രമിക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ UAE ഖത്തറിന്റെ സുരക്ഷ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളുടെയും സുരക്ഷയാണ്. ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിന് നേരെയുള്ള ആക്രമണം മുഴുവൻ ഗൾഫ് രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഖത്തറിനെതിരെ ഉയർത്തുന്ന ഇസ്രായേലിന്റെ ഭീഷണി മേഖലയെ വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നും UAE പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയും GCC രാജ്യങ്ങളും സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ ഈ വർഷാവസാനം ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി കാർഷിക, ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങൾ കൂടുതലായി GCCയിലെത്തും. ഇന്ത്യയിൽ GCC രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളും എത്തിക്കും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. 20 വർഷം മുൻപ് 2004 ഒപ്പുവെച്ച സാമ്പത്തിക സഹകരണ ചട്ടക്കൂടിന് തുടർച്ചയായാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ GCC ഇന്ത്യ ഫ്രീ ട്രേഡ് കരാറിന് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം. ഇതിനായി കേന്ദ്ര മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഈ ആഴ്ച സൗദിയിലെത്തിയിരുന്നു. GCC ആസ്ഥാനത്ത് ഇവർ GCC പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ GCC വ്യാപാരം $178 ബില്യൺ ഉയർന്നിട്ടുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം ഇന്ത്യയും GCCയും ഒന്നിച്ചു വളരുമെന്നാണ് പ്രതീക്ഷ. ഇതുവഴി ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങളും ടെക്സ്റ്റൈൽ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും സൗദിയിലും GCC രാജ്യങ്ങളിലും എത്തും. ഇവക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കി ലഭിക്കുമെന്നതാണ് പ്രധാന നേട്ടം. GCC രാജ്യങ്ങളിൽ ടെക്നോളജി, ടൂറിസം രംഗങ്ങളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ നിക്ഷേപാവസരവും ഇതിന്റെ നേട്ടമാണ്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യം നിറവേറ്റാൻ GCC രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ, ഗ്യാസ് ഇറക്കുമതി എളുപ്പമാക്കും. നിലവിൽ ഇന്ത്യ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാണ് കൂടുതലായി ഇതിനായി ആശ്രയിക്കുന്നത്. GCC രാജ്യങ്ങൾക്ക് ഇന്ത്യയിലെ ക്ലീൻ എനർജി, AI സ്റ്റാർട്ടപ്പുകളിലും നിക്ഷേപം നടത്താൻ അവസരം നൽകും. 1 കോടിയിലേറെ വരുന്ന GCC രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികൾക്കും വിവിധ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാകും സ്വതന്ത്ര വ്യാപാര കരാർ. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സിവിൽ ഏവിയേഷൻ മേഖലയിൽ കൂടുതൽ സഹകരണത്തിന് സാധ്യതകൾ തേടി ഇന്ത്യയും കുവൈത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ഷെയ്ഖ് ഹമ്മൂദ് മുബാറക് അൽ ഹുമ്മൂദ് അൽ ജാബിർ സബാഹ് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്കയുമായി ചർച്ച നടത്തി. പരിശീലന പരിപാടികൾ വികസിപ്പിക്കൽ, ഇന്ത്യൻ സ്ഥാപനങ്ങളുമായുള്ള സംയുക്ത വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കൽ, സാങ്കേതികവും പ്രവർത്തനപരവുമായ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഡ്രൈവറില്ലാ വാഹനങ്ങളിൽ മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പിന് ഒരുങ്ങി UAE. ഡെലിവറി മേഖലയിലും ഡ്രൈവറില്ലാ വാഹനങ്ങൾ എത്തുന്നു. പരീക്ഷണയോട്ടം തുടങ്ങി. സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന റോബോട്ടുകളും ഡ്രോണുകളും എല്ലാം UAEയിൽ കാണാനാകും. അത്രത്തോളം സാങ്കേതിക വിദ്യയിൽ UAE വളർന്നു കഴിഞ്ഞു. ഡ്രൈവറില്ലാ ടാക്സികളിൽ തുടങ്ങി ഇപ്പോഴിതാ ഡ്രൈവർമാരില്ലാതെ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഡെലിവറി വാഹനങ്ങൾ വരെ. ആധുനിക സാങ്കേതിക വിദ്യയുടെ പരീക്ഷണ കേന്ദ്രമായി അതിവേഗം വളരുകയാണ് UAE. ട്രേഡ് ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് ഗ്രൂപ്പായ 7X ആണ്
ഡ്രൈവറില്ലാ ഡെലിവറി വാഹനങ്ങൾ റോഡിലിറക്കുക. അബുദാബിയിലെ മസ്താർ സിറ്റിയിൽ ഓട്ടോണമസ് വാഹനങ്ങളുടെ പരീക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നീട് അത് ഖലീഫ സിറ്റിയിലേക്ക് വ്യാപിപ്പിക്കുമെന്നും 7X CEO താരിഖ് അൽ വഹേദി പറഞ്ഞു. ദുബൈയിലും പരീക്ഷണോട്ടം നടക്കും. 1 വർഷത്തിനുള്ളിൽ UAE-യിലുടനീളം വാഹനങ്ങൾ എത്തിക്കാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 അബുദാബി. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായ 4ാമത്തെ നഗരമായി ദുബായ്. കുതിച്ചുയരുന്ന സമ്പൽ വ്യവസ്ഥയും ശക്തമായ നിക്ഷേപവുമാണ് ദുബായിയെ 4ാം സ്ഥാനത്തേക്ക് നയിച്ചത്. 86,000 കോടീശ്വരന്മാരാണ് ദുബായിൽ താമസിക്കുന്നത്. 23 ശതകോടീശ്വരന്മാരും നഗരത്തിലുണ്ടെന്ന് ദ റൈസ് ഓഫ് ദുബായ് പഠനത്തിൽ പറയുന്നു. 2 ലക്ഷത്തിലധികം കോടീശ്വരന്മാർ താമസിക്കുന്ന ലണ്ടനാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. പാരീസും മിലാനും 2ഉം 3ഉം സ്ഥാനങ്ങളിലുണ്ട്. ഷാർജ മീഡിയ സിറ്റിയും അൽ ഹിന്ദ് ഗ്രൂപ്പിന് കീഴിലെ അൽ ഹിന്ദ് ബിസിനസ് സെന്ററും കൈകോർക്കുന്നു. ഷംസ് ഫ്രീ സോണിന്റെ അംഗീകൃത ചാനൽ പാർട്ണറായി ഇനി അൽ ഹിന്ദ് ബിസിനസ് സെന്റർ പ്രവർത്തിക്കും. അൽ ഹിന്ദിന്റെ ഇന്ത്യയിലെ ശാഖകൾ വഴി ഷാർജ മീഡിയ സിറ്റിയിൽ സ്ഥാപനങ്ങൾ തുറക്കാൻ ഇതോടെ സൗകര്യമൊരുക്കും. ദുബൈയിലെ ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഷംസ് ഫ്രീ സോണുമായി അൽ ഹിന്ദ് ബിസിനസ് സെന്റർ അംഗീകൃത ചാനൽ പാർട്ണറായുള്ള കരാറിൽ ഒപ്പുവെച്ചത്. ഷാർജ മീഡിയ സിറ്റിയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അൽ ഹിന്ദ് ഗ്രൂപ്പിന്റെ ഇന്ത്യയിലേതടക്കം 100-ലധികം ശാഖകൾ വഴി ഷംസ് ഫ്രീ സോണിൽ സ്ഥാപനങ്ങൾ തുറക്കാൻ സൗകര്യമുണ്ടാകും. വിസയില്ലാതെ 6,000 ദിർഹത്തിന് താഴെ ചെലവിൽ 1 വർഷത്തെ ബിസിനസ് ലൈസൻസ് നൽകാൻ ഷംസ് ഫ്രീ സോണിൽ സൗകര്യമുണ്ട്. 19,000 ദിർഹത്തിന് താഴെ ചെലവിൽ 2 വർഷത്തെ ലൈസൻസും 2 വിസയും ലഭ്യമാക്കുന്ന പാക്കേജും ലഭ്യമാണ്. നാട്ടിൽ നിന്ന് UAE-യിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പാസ്പോർട്ട് കോപ്പി മാത്രം ഹാജരാക്കി നടപടികൾ ആരംഭിക്കാമെന്നും സംരംഭകർ പറഞ്ഞു. ഷംസ് ഫ്രീ സോൺ പ്രതിനിധികളായ മുഹമ്മദ് അൽ അലി, ഫാരിയ റഫീഖ്, മുഹമ്മദ് സഫ്വാൻ, അൽ ഹിന്ദ് GM അർച്ചന പ്രതാപ്, ഫിനാൻസ് മാനേജർ ഉസ്മാൻ മജീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. കുവൈറ്റിൽ ഗുരുതരമായ കേസുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 7 പേരുടെ ശിക്ഷ ഇന്ന് രാവിലെ നടപ്പാക്കി. കുവൈറ്റ് പൗരന്മാർ, ഇറാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ശിക്ഷിക്കപ്പെട്ടത്. കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ മാപ്പ് നൽകാൻ തയ്യാറായതിനെ തുടർന്ന് ഒരു പ്രതിയുടെ വധശിക്ഷ ഒഴിവാക്കി. 20 ലക്ഷം കുവൈറ്റി ദിനാർ ദിയാധനം നൽകാൻ സാധിക്കാത്തതിനെ തുടർന്ന് മറ്റൊരു പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. സൗദിയിൽ ഗർഭിണിയായ തൊഴിലാളിക്ക് നിയമപരമായ അവധി നിഷേധിച്ചാൽ 1000 റിയാൽ പിഴ ലഭിക്കും. തൊഴിൽ നിയമലംഘനങ്ങൾ, ശിക്ഷകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പുതിയ ചട്ടങ്ങളിലാണ് മുന്നറിയിപ്പുള്ളത്. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിൻ്റെതാണ് ഭേദഗതികൾ. തൊഴിൽ നിയമത്തിലെ ലംഘന ശിക്ഷാ പട്ടികയിലാണ് പുതിയ ഭേദഗതികൾ. ഭേദഗതി പ്രകാരം ഗർഭിണിയായ തൊഴിലാളിക്ക് നിയമപരമായി അവധി നിഷേധിച്ചാൽ 1000 റിയാൽ പിഴ ലഭിക്കും. നിലവിലുള്ള ലംഘനങ്ങൾക്കുള്ള ശിക്ഷ കടുപ്പിച്ചിട്ടുമുണ്ട്. മന്ത്രാലയം ആവശ്യപ്പെടുന്ന ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയുടെ അഭാവം, അനുമതിയില്ലാതെ പ്രവർത്തിക്കൽ, തൊഴിലാളികളുടെ വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ സിസ്റ്റത്തിൽ രേഖപ്പെടുത്താത്തത്, കരാറിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ വ്യക്തമാക്കാത്തത്, അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള പ്ലാനിന്റെ അഭാവം, ലൈസൻസ് മറ്റൊരാൾക്ക് കൈമാറുക അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അനുവദിക്കുക തുടങ്ങിയവ നിയമലംഘനങ്ങളായി കണക്കാക്കും. ലംഘനങ്ങൾ വ്യക്തവും കൃത്യവുമായ രീതിയിൽ നിർവചിക്കുക, നിയമങ്ങൾ ഏകീകരിക്കുക, സ്ഥാപനങ്ങൾക്കും ഇൻസ്പെക്ടർമാർക്കും മാർഗരേഖയിൽ കൂടുതൽ വ്യക്തത വരുത്തുക, തൊഴിലാളികൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് ഭേദഗതികൾ. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1 റിയാദ്. മുഴുവൻ സ്കൂളുകളിലും ഡിജിറ്റൽ പഞ്ചിംഗ് സിസ്റ്റം നടപ്പാക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ. ഞായറാഴ്ച മുതലായിരിക്കും പുതിയ രീതിയിലൂടെ ഹാജർ രേഖപ്പെടുത്തുക. അധ്യാപകർക്കും ജീവനക്കാർക്കുമായിരിക്കും നിയമം ബാധകമാവുക. ഞായർ മുതലായിരിക്കും പുതിയ സംവിധാനം. അധ്യാപകർക്കും അനധ്യാപക ജീവനക്കാർക്കും നിയമം ബാധകമാകും. മാനവ വിഭവശേഷി സാമൂഹിക വകുപ്പിൻ്റെതാണ് തീരുമാനം. പഴയ രീതിയിലുള്ള രജിസ്റ്റർ ഒപ്പിടൽ രീതി ഇതോടെ അവസാനിക്കും. പുതിയ മാറ്റത്തിനായുള്ള നിർദ്ദേശം നേരത്തെ തന്നെ സ്കൂളുകൾക്ക് നൽകിയിരുന്നു. തൊഴിലച്ചടക്കത്തിന്റെ ഭാഗമായാണ് തീരുമാനം. മുഖം, ശബ്ദം, വിരലടയാളം എന്നിവ ഉപയോഗിച്ച് പുതിയ സംവിധാനത്തിലൂടെ ഹാജർ രേഖപ്പെടുത്താം. തുടർച്ചയായ 7 മണിക്കൂറായിരിക്കും വിദ്യാഭ്യാസ ജീവനക്കാരന്റെ സാധാരണ പ്രവൃത്തി സമയം. വൈകിയെത്തുന്ന ജീവനക്കാരുടെ ആകെ വൈകിയ സമയം കണക്കുകൂട്ടി 7 മണിക്കൂറിലെത്തിയാൽ 1 ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യും. മുഴുവൻ പ്രവിശ്യകളിലെ സ്കൂളുകളിലും നിയമം ബാധകമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1 റിയാദ്. CBSEക്ക് ഉടൻ അന്താരാഷ്ട്ര ബോർഡ് നിലവിൽ വരുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. CBSE സിലബസിന് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത കണക്കിലെടുത്താണിത്. UAE-യിൽ കൂടുതൽ ഇന്ത്യൻ സിലബസ് സ്കൂളുകൾ തുറക്കാൻ UAE സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യൻ വംശജരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ആപ്പാറിന് കീഴിൽ കൊണ്ടുവരുമെന്നും മന്ത്രി ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. UAE
expecting more schools from Indian boards. That is good sign, and I have advised CBSE to explore the possibility of more quality Indian schools can be opened in UAE. CBSE is going to have an international board very soon. Today on our online interaction of Shiksha Guru Divas, a school management from Japan joined us. I know the gentleman. He said mathematical capacity, mathematical standard of CBSE is much ahead of any other boards. So CBSE is appreciated for that, and we are consciously planning to have an international board for entire globe. ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിലൊന്നാണ് USS നിമിറ്റ്സ്. കഴിഞ്ഞ മാസം അമേരിക്ക ഈ യുദ്ധക്കപ്പലിനെ ബഹ്റൈനിലേക്ക് വിന്യസിച്ചിരുന്നു. 2009 ഇതേ കപ്പൽ ബഹ്റൈനിലെത്തിയപ്പോൾ സന്ദർശിക്കാൻ അവസരം ലഭിച്ച ഒരു മലയാളി മാധ്യമപ്രവർത്തകനുണ്ട് ബഹ്റൈനിൽ. കാണാം ഷഫി ഷാജഹാന്റെ റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ അമേരിക്കയുടെ USS നിമിറ്റ്സ് കഴിഞ്ഞ മാസം ബഹ്റൈനിലെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ചിരുന്നു. ഗൾഫ് മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനെന്ന പേരിലാണ് അമേരിക്ക USS നിമിറ്റ്സിനെ ബഹ്റൈനിലേക്ക് വിന്യസിച്ചത്. സാങ്കേതികമായ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ കപ്പൽ സന്ദർശിക്കാനും താമസിക്കാനും സാഹചര്യമുണ്ടായ മലയാളി മാധ്യമപ്രവർത്തകൻ നൂർ മുഹമ്മദ് ആ അനുഭവം മീഡിയ വണ്ണിനോട് പങ്കുവയ്ക്കുകയാണ്. 2009 അന്നത്തെ മീഡിയ ടൂർ. അന്ന് ഞാൻ ബഹ്റൈൻ ട്രിബ്യൂണിൽ ഫോട്ടോ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സന്ദർഭമായിരുന്നു. അന്നൊരു 2 ആഴ്ച മുമ്പ് ഒരു അസൈൻമെന്റ് വന്നതാണ്, US ട്രിപ്പ് ഉണ്ട്, നേവിന്റെ കൂടെ ഒരു ട്രിപ്പ് ഉണ്ടെന്ന്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയും വളരെ റിസ്കി, വളരെ സാഹസികമായിട്ടും ഉള്ള ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആ ഏരിയ ബോർഡറിൽ പേർഷ്യൻ ഗൾഫിലായിരുന്നു ഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തതിന് ഒരു ബ്രേവറി അവാർഡൊക്കെ US നേവി തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ 2-3 മാധ്യമപ്രവർത്തകർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഒരു 1.5 മണിക്കൂർ ഫ്ലൈ ടൈം എടുത്തെന്ന് തോന്നുന്നുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു എയർക്രാഫ്റ്റിനകത്ത്. ഒരു കാർഗോ, പാർസൽ, മെയിൽ ഇതൊക്കെ കൊണ്ടുവന്നൊരു എയർക്രാഫ്റ്റ് ആയിരുന്നു, ഡബിൾ എഞ്ചിനിൽ. അപ്പം അത് ഹുസൈദീൻ എയർപോർട്ടിൽ നിന്ന് സാധാരണ പോലെ തന്നെ റൺ ചെയ്ത് ടേക്ക് ഓഫ് ആയി. അത് കഴിഞ്ഞിട്ട് ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാൻഡ് ചെയ്തത് റോപ്പറസ്റ്റിലാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. US നിമിറ്റ്സ് ഷിപ്പിലെ റോപ്പറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിന്റെ സ്പീഡ് ആ വലിയൊരു കമ്പിയാണ്, അതിനെ കുളത്തി വലിച്ചിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നത്. അതൊരു 100 മീറ്ററിൽ അതിൽ സ്റ്റോപ്പ് ആവും. ടേക്ക് ഓഫ് അതുപോലെ തന്നെ 100 മീറ്ററിൽ ഡെക്കിൽ നിന്ന് പൊങ്ങും. 2 ദിവസമായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ അന്നത്തെ ദിവസം ചെന്ന ഉടനെ ഒരു ലഞ്ച് ടൈം, ടീ ടൈമൊക്കെ കഴിഞ്ഞു. പിന്നെ ലഞ്ച്, അതിനിടയിൽ വീണ്ടും ട്രിപ്പ്, ഓരോ ഡെക്കിലും കയറി ഇറങ്ങണം. കുറേ കാരണം ഞങ്ങളുടെ ക്യാമറയും സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കയറി ഇറങ്ങി ഡെക്കിൽ പോകും. പിന്നെ നേവൽ ഓഫീസർ മീറ്റിംഗ്, കമാൻഡിംഗ് ഓഫീസർ മീറ്റിംഗ്, ഇന്റർവ്യൂ, അത് കഴിഞ്ഞ് വീണ്ടും റെസ്റ്റ്. സൈലേഴ്സൊക്കെ തല താഴ്ത്തി സൈലന്റ് ആയിട്ട് ഈ ഫ്ലൈറ്റിന് മുമ്പായിട്ട്, ഓരോ ഓപ്പറേഷൻ മുമ്പായിട്ട് ഒരു പ്രാർത്ഥന പോലെ ഒരു ഡെക്കിൽ 2 ഭാഗത്തേക്ക് നടക്കും. എയർക്രാഫ്റ്റൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ടാവും. അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള എക്സ്പീരിയൻസ്. എന്നോട് പറഞ്ഞ് വഴിയേക്ക് ഒന്നും വേണ്ട, നിങ്ങൾ നേരെ പോയാൽ മതി, ഈ ഫ്ലൈറ്റും ഈ ഷിപ്പും നിങ്ങൾക്ക് ടോട്ടലി ഓപ്പൺ ആണ് ആസ് എ മീഡിയ പേഴ്സൺ. അന്ന് അത് നല്ലൊരു അനുഭവമായിരുന്നു. ആ ഒരു ഷിപ്പ് ഇപ്പോൾ ഇവിടെ ബഹ്റൈനിൽ എത്തി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരു 16 വർഷം മുമ്പത്തെ ആ ഒരു കഥ ഇപ്പോൾ ഓർത്തപ്പം, അതിനുശേഷം അതിന് മുമ്പും US ഇഷനോവർ, അതുപോലെ ഫിലിപ്പൈൻസ്, പിന്നെ ഇറാഖിൽ തന്നെ ബസറ ഓയിൽ ടെർമിനസിൽ പോയിരുന്നു. ഒരു 5-6ഓളം ട്രിപ്പ് US നേവിയുടെ കൂടെ, UK ബ്രിട്ടീഷ് നേവിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. നഴ്സിംഗ് മേഖലയിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സമ്മാനത്തുക ലഭിക്കുന്ന ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. $2,50,000 സമ്മാനത്തുക. അനുകമ്പയും പുതുമയും നേതൃഗുണവും പ്രകടമാക്കിയ നഴ്സുമാരെ ആദരിക്കുന്നതാണ് അവാർഡ്. നഴ്സുമാരെ ആദരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ വേദികളിൽ ഒന്നുകൂടിയാണ് ആസ്റ്റർ ഗാർഡിയൻസ്. $2,50,000 അഥവാ 2,21,00,000 രൂപയിലധികമാണ് സമ്മാനത്തുക. 2022 ദുബൈയിൽ നടന്ന ആദ്യ അവാർഡ് ദാന ചടങ്ങിൽ കെനിയയിൽ നിന്നുള്ള നഴ്സ് അന്ന കബാലെ മുതൽ കഴിഞ്ഞ വർഷം നടന്ന 4ാം പതിപ്പിൽ ഘാനയിലെ നഴ്സ് നവോമി വരെ ആസ്റ്റർ ഗാർഡിയൻസ് വിജയകിരീടം ചൂടി. രോഗീ പരിചരണം, നഴ്സിംഗ് രംഗത്തെ നേതൃപാടവം, സോഷ്യൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സേവനം തുടങ്ങിയവയിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയവർക്ക് അവാർഡിന് അപേക്ഷിക്കാം. ലോകമെമ്പാടുമുള്ള രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് 2025 നവംബർ 10 വിവിധ ഭാഷകളിൽ അപേക്ഷ സമർപ്പിക്കാനാണ് അവസരം. കഴിഞ്ഞ വർഷം 199 രാജ്യങ്ങളിൽ നിന്നായി 1,00,000-ലധികം നഴ്സുമാരാണ് അവാർഡിന് അപേക്ഷിച്ചത്. പ്രശസ്തരും അന്താരാഷ്ട്ര ആരോഗ്യ സംരക്ഷണ രംഗത്തെ വിദഗ്ധരുമുള്ള ജൂറിയുടെ നേതൃത്വത്തിലാകും മൂല്യനിർണ്ണയം. അടുത്ത വർഷം അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിലാകും അന്തിമ വിജയിയെ പ്രഖ്യാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും asterguardians.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. മീഡിയ 1 ദുബായ്.
കുവൈറ്റിലുടനീളം കടുത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പകൽ സമയത്ത് താപനില 46 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. ഇന്ത്യൻ സീസണൽ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കാരണം രാത്രിയിലും ചൂട് തുടരുമെന്ന് വകുപ്പിന്റെ ആക്ടിംഗ് ഡയറക്ടർ ധരാർ അൽ അലി വ്യക്തമാക്കി. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും 43 മുതൽ 45 ഡിഗ്രി വരെ ചൂട് തുടരും. പൊതുജനങ്ങൾ പൊടിക്കാറ്റിനും ഉയർന്ന ചൂടിനും മുൻകരുതൽ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദുബായിൽ 2 ദിവസം നീണ്ട വെർട്ടിക്കൽ ഫാമിംഗ് പ്രദർശനം സമാപിച്ചു. വെർട്ടിക്കൽ ഫാമിംഗ് രംഗത്തെ പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രദർശനത്തിൽ 100-ലേറെ സ്ഥാപനങ്ങൾ പങ്കെടുത്തു. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി അറീനയിലായിരുന്നു 2 ദിവസത്തെ വെർട്ടിക്കൽ ഫാമിംഗ് പ്രദർശനം. കൃഷി ചെയ്യാൻ മണ്ണും ഭൂമിയും പരിമിതമാകുന്ന സാഹചര്യത്തിൽ വീടിൻ്റെ അകത്തളങ്ങളിൽ വരെ കൃഷി സാധ്യമാക്കുന്ന രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ്. ജനപ്രീതി ആർജിച്ചു വരുന്ന ഈ കൃഷിയിലെ പുതിയ സാധ്യതകളെയും സാങ്കേതിക വിദ്യകളെയും പരിചയപ്പെടുത്തുന്നതായിരുന്നു വെർട്ടിക്കൽ ഫാമിംഗ് എക്സിബിഷൻ. ഈ രംഗത്ത് മലയാളികളുടെ സ്ഥാപനങ്ങളും പ്രദർശനത്തിൽ സജീവമായിരുന്നു. റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സ് ആവാം, ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് ആവാം, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. അപ്പോൾ ഇവർക്കൊക്കെ സ്ഥലപരിമിതികൾ ഉണ്ടാവാം. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി അവരുടെ നീഡ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്നൊവേഷനും AI-യും യൂസ് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചർ ഇന്നൊവേഷൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാല കോമ്പാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അപ്പാർട്ട്മെൻറ്റ്സ് ആയിക്കോട്ടെ, വില്ലാസ് ആയിക്കോട്ടെ, അപ്പോൾ അതിലെ അമ്മമാർക്കും സ്ത്രീകൾക്കും ഒരു വരുമാനം നേടാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ആക്ച്വലി ഗിവ്സ് ദം ഹെൽത്തി ഫുഡ് വിച്ച് ഈസ് കെമിക്കൽ ഫ്രീ ആൻഡ് ദാറ്റ് റൺസ് ഓൺ 95% ലെസ് വാട്ടർ. വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരെ വെർട്ടിക്കൽ ഫാമിങ്ങിലേക്ക് ആകർഷിക്കാനും അവർക്ക് പരിശീലനം നൽകി കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അവർക്ക് ആദായം നൽകാനും വരെ മസ്ര ഫാമിന് പദ്ധതികളുണ്ട്. കുട്ടികൾക്ക് ഈ രംഗത്ത് പരിശീലനം നൽകുന്ന പദ്ധതികൾക്കും ഇവർ തുടക്കം കുറിച്ചു. 2 ദിവസത്തെ പ്രദർശനത്തിൽ ആയിരക്കണക്കിന് വെർട്ടിക്കൽ ഫാമിംഗ് കർഷകരാണ് പുതിയ സംവിധാനങ്ങൾ പരിചയപ്പെടാൻ എത്തിയത്. മീഡിയ 1 ദുബായ്. കേരള കാത്തലിക് അസോസിയേഷൻ ബഹ്റൈനിൽ ഓണം പൊന്നോണം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ആഘോഷത്തോടനുബന്ധിച്ച് പായസ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ കേരള കാത്തലിക് അസോസിയേഷൻ ബഹ്റൈൻ വിജയിയായി. ഷക്കീല, ബിന്ദു, മിൽട്ടൺ എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനത്തിന് അർഹരായി. ബഹ്റൈനിൽ കേരള ക്രിസ്ത്യൻ എക്യൂമെനിക്കൽ കൗൺസിലിന്റെ പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. പ്രസിഡന്റ് റവറന്റ് അനീഷ് സാമുവൽ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കത്തോലിക്ക സഭയുടെ നോർത്തേൺ അറേബ്യ അപ്പസ്തോലിക്ക വികാരി ബിഷപ്പ് ആൽഡോ ബറാഡി ഉദ്ഘാടനം നിർവഹിച്ചു. മലയാളിയായ കോൾ സ്റ്റോർ ഉടമ മരിച്ചതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന സ്വദേശി പൗരന്റെ അപ്പീൽ ബഹ്റൈൻ കോടതി തള്ളി. കടയിൽ മോഷണം നടത്തിയതിനു ശേഷം പ്രതി മർദ്ദിച്ചതിനെ തുടർന്ന് ഹൃദയാഘാതം സംഭവിച്ചാണ് കോഴിക്കോട് സ്വദേശിയായ ബഷീർ മരിച്ചത്. ഈ കേസിൽ മോഷണവും മാരകമായ ആക്രമണവും നടത്തിയെന്ന കുറ്റങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഹൈക്രിമിനൽ കോടതി ബഹ്റൈൻ പൗരനായ പ്രതി 25 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇതിനെതിരെ പ്രതി നൽകിയ അപ്പീലാണ് ബഹ്റൈനിലെ പരമോന്നത കോടതി തള്ളിയത്. ഇതോടെ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഉറപ്പായി. കുവൈറ്റിൽ അനധികൃതമായി മദ്യം നിർമ്മിച്ച 3 പ്രവാസികൾ പിടിയിൽ. മൻഗഫ് മേഖലയിലെ ഒരു കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ മദ്യനിർമ്മാണ കേന്ദ്രമാണ് പോലീസ് കണ്ടെത്തിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നിരീക്ഷണത്തെ തുടർന്നാണ് നടപടി. റെയ്ഡിൽ മദ്യം നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും അസംസ്കൃത വസ്തുക്കളും പിടിച്ചെടുത്തു. സ്ഥലത്തുണ്ടായിരുന്ന പ്രവാസികളെ അറസ്റ്റ് ചെയ്ത് തുടർ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. പാലക്കാട് പട്ടാമ്പി സ്വദേശി ബഹ്റൈനിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. നടുവട്ടം തെക്കുമേൽ മുഹമ്മദ് കുട്ടിയാണ് മരിച്ചത്. താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. മുഹറക്കൽ കോൾ സ്റ്റോർ നടത്തി വരികയായിരുന്നു ഇദ്ദേഹം. 35 വർഷമായി ബഹ്റൈൻ പ്രവാസിയാണ്. പ്രവാചകൻ നീതിയുടെ സാക്ഷ്യം എന്ന പ്രമേയത്തിൽ ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ ബഹ്റൈനിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന് തുടക്കമായി. റിഫ ദിശ സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സുബൈർ MM ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി ക്യാമ്പയിൻ വിശദീകരണം നടത്തി. ജമാൽ ഇരിങ്ങൽ, സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. സൗദിയിലേക്ക് വൻതോതിൽ ലഹരി മരുന്ന് കടത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുത്തി കസ്റ്റംസ് അതോറിറ്റിയുടെ പരിശോധനയിലാണ് 68 ലക്ഷത്തിലേറെ ലഹരി മരുന്നുകൾ കണ്ടെത്തിയത്. ജിദ്ദ തുറമുഖത്താണ് മരുന്നുകൾ കടത്താനുള്ള ശ്രമം. ഇതിന്റെ ദൃശ്യങ്ങളും അതോറിറ്റി പുറത്തുവിട്ടു. പെയിന്റ് പാക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ച രൂപത്തിലായിരുന്നു ഇവ. വിദഗ്ധ പരിശോധനയിലാണ് കണ്ടെടുത്തത്. ജിദ്ദ തുറമുഖം വഴി മയക്കുമരുന്ന് കടത്താനായിരുന്നു പദ്ധതി. 68 ലക്ഷത്തിലേറെ ആഫിറ്റമൈൻ ഗുളികകൾ കടത്താനുള്ള ശ്രമമാണ് തടഞ്ഞത്. ലെബനോനിൽ നിന്നെത്തിയ പെയിന്റ് പാക്കറ്റുകൾക്കുള്ളിൽ ഒളിപ്പിച്ച രൂപത്തിലാണ് കണ്ടെടുത്തത്. വിദഗ്ധ പരിശോധനയിലാണ് ഇവ പിടികൂടിയത്. മയക്കുമരുന്ന് കടത്തിൽ പങ്കാളികളായ പ്രതികളെ ജിദ്ദയിൽ അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത ഗുളികകൾ നർക്കോട്ടിക് കൺട്രോളിന് കൈമാറി.
മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവർക്ക് വധശിക്ഷ വരെയുള്ള കടുത്ത ശിക്ഷയാണ് സൗദിയിൽ നൽകാറുള്ളത്. മീഡിയ 1 ജിദ്ദ. കുവൈറ്റിൽ രാസവസ്തു കഴിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ 2 ഏഷ്യൻ പ്രവാസികളെ ജഹ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇരുവരെയും തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. വിഷാംശം കലർന്ന മദ്യം കഴിച്ചിരിക്കാനാണ് സാധ്യതയെന്നാണ് നിഗമനം. കഴിച്ച പദാർത്ഥത്തിന്റെ സാമ്പിളുകൾ വിശകലനം ചെയ്തു വരികയാണ്. കഴിഞ്ഞ മാസം വിഷമദ്യം കഴിച്ച രാജ്യത്ത് 23 പേർ മരിച്ചിരുന്നു. യുഎഇയിലെ മലയാളി ബിസിനസ് സംരംഭകരുടെ കൂട്ടായ്മയായ IPA ഓണാപൂരം എന്ന പേരിൽ സംഗീത നൃത്ത പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 14-ന് ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന പരിപാടി നടൻ ജയറാം ഉദ്ഘാടനം ചെയ്യും. ഓണപ്പൂരം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് IPA കൊണ്ടുവന്നത് കുറേ വർഷങ്ങളായി. പക്ഷേ ഇങ്ങനെ പബ്ലിക്കിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ളൊരു ഇവന്റ് ആദ്യമായിട്ടാണ് IPAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വൈകുന്നേരം 3-ന് നടൻ ജയറാമിന്റെ വാദ്യമേളങ്ങളോടെയാകും ഓണപ്പൂരത്തിന് തുടക്കം കുറിക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡാൻസർ റംസാൻ, ഗായകൻ നരേഷ് അയ്യർ, വൈറൽ ഗായകനായ ഹനാൻ ഷാ എന്നിവരുടെ പരിപാടികളാണ് ഓണപ്പൂരത്തിന്റെ മുഖ്യ ആകർഷണം. RJ മിഥുൻ രമേശ്, ബ്ലോഗർ ലക്ഷ്മി മിഥുൻ എന്നിവർ കലാപരിപാടികളിൽ പങ്കെടുക്കും. പ്ലാറ്റിനം ലിസ്റ്റ് വെബ്സൈറ്റ് വഴി ഓണപ്പൂരത്തിന്റെ ടിക്കറ്റുകൾ നൽകുമെന്നും സംഘാടകർ പറഞ്ഞു. IPA സ്ഥാപകൻ ഫൈസൽ, ചെയർമാൻ റിയാസ് കെൽട്ടൻ, ഭാരവാഹികളായ അയ്യൂബ് കല്ലട, യൂനസ് തണൽ, ബിബി ജോൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. യാക്കോബായ സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പോലിത്തയുമായ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ കുവൈത്തിലെത്തി. സ്ഥാനമേറ്റ ശേഷം ബാവയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത്. 4 ദിവസത്തേക്കാണ് ബാവയുടെ കുവൈത്തിലെ സന്ദർശനം. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്കായും മലങ്കര മെത്രോപോലിത്തയുമായ ആബൂൻ മോർ ബസേലിയസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണം നൽകി. വിമാനത്താവളത്തിൽ നടന്ന സ്വീകരണത്തിൽ കുവൈത്ത് പാട്രിയാർക്കൽ വികാരി ഗി വർഗീസ് മോർ കുറിലോസ് മെത്രോപൊലിത്ത, ഫാദർ സ്റ്റീഫൻ നെടുവക്കാട്, ഫാദർ CP സാമുവൽ, ഇടവകകളുടെ സെക്രട്ടറിമാർ, ട്രസ്റ്റിമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ, ഇടവക അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു. നാളെ രാവിലെ 5:30-ന് കുവൈറ്റ് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിലും ശനിയാഴ്ച വൈകിട്ട് 4:30-ന് അഹമ്മദി സെന്റ് പോൾസ് ആംഗ്ലിക്കൽ ദേവാലയത്തിലും ബാവ വിശുദ്ധ കുർബാന അർപ്പിക്കും. വെള്ളിയാഴ്ച കുവൈറ്റ് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും അന്ന് വൈകുന്നേരം 4 മണിക്ക് NECK അങ്കണത്തിൽ വെച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബാവായ്ക്ക് സ്വീകരണവും പൊതുസമ്മേളനവും നടത്തപ്പെടുകയാണ്. ശനിയാഴ്ച വൈകുന്നേരം സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബാവ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായിരിക്കും. ഞായറാഴ്ച ബാവ മടങ്ങിപ്പോകുന്നതുമാണ്. നാളെ ഉച്ചയ്ക്ക് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഹാളിൽ നൽകുന്ന സ്വീകരണ സമ്മേളനത്തിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ, വിവിധ സഭയിലെ മെത്രോപൊലിത്തമാർ, വൈദികർ, സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ സംബന്ധിക്കും. സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെയും സെന്റ് മേരീസ് ജേക്കബേറ്റ് സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഇതോടെ ഇന്നത്തെ മിഡ് ഈസ്റ്റ് അവർ പൂർണ്ണമാവുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.